നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഈ വാർത്ത ഇന്നലെ ഞാൻ ചെയ്തിരുന്നു. എമ്പുരാൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി ഞാൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. എമ്പുരാൻ സിനിമ ഒരു കാരണവശാലും റിലീസ് മാറ്റില്ല. 27-ാം തീയതി തന്നെ എമ്പുരാൻ സിനിമ റിലീസ് ഉണ്ടാകുമെന്ന് കൃത്യമായ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഉറപ്പ് നൽകി. അതിന് തൊട്ട് പിന്നാലെ പൃഥ്വിരാജ് 12 മണിയോടുകൂടി അതിന്റെ അപ്ഡേഷൻ ഇടുകയും ചെയ്തു. അത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലൈക്കയുമായുള്ള ഒരു വിഷയമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇന്നലെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ലൈക്ക പുറത്തായതാണോ ലൈക്കയെ പുറത്താക്കിയതാണോ? ഈ ഒരു ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ എമ്പുരാൻ സിനിമ ഇപ്പോൾ തമ്പുരാൻ ഏറ്റെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ സിനിമയെ തമ്പുരാൻ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അത് ഒരു നിബന്ധനകളുമില്ലാതെ ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയ സംഭാഷണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ആന്റണി പെരുമ്പാവൂർ ചെന്നൈയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവരിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഉള്ളടക്കത്തിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത ഞാൻ പുറത്തുവിടുന്നത്. ഇത്ര നേരം വൈകാനുള്ള കാരണം അത് തന്നെയാണ്. ലൈക്കയുമായി ബന്ധപ്പെട്ട വലിയ ലോഞ്ചിങ് കൊച്ചിയിൽ നടത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൈകോർത്ത് പോകുന്ന ഇടയിലാണ് ഇവരുമായുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകുകയും അത് പിന്നീട് എമ്പുരാന്റെ റിലീസിനെ ബാധിക്കുന്നുവെന്ന വാർത്തകൾ പല ഓൺലൈൻ ചാനലുകളും അതോടൊപ്പം മുഖ്യധാര ചാനലുകളും വാർത്തയുമായി ബന്ധം എമ്പുരാൻ റിലീസ് മാറ്റി എന്ന് ഉറപ്പിച്ച് ഇന്നലെ വരെ പറഞ്ഞവർക്കെതിരെ ഞാൻ കൃത്യമായി തന്നെ ഇന്നലെ രാത്രി 10:30 മണിക്ക് എമ്പുരാന്റെ റിലീസ് മാറ്റില്ല എന്നൊരു വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ ഇത് ആരാണ് എമ്പുരാൻ വലിയ ബജറ്റ് ഉള്ള ചിത്രമാണ്, അത് ആശീർവാദിനൊപ്പം കൈകോർക്കാൻ ആരാണുള്ളത് എന്നൊരു ചോദ്യം ഉണ്ടാകും. പല കമ്പനിയുടെ പേര് പറഞ്ഞെങ്കിലും നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ഗോകുലം ഗോപാലൻ ചേട്ടൻ ഏറ്റെടുത്തു എന്ന് അറിയാൻ സാധിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാകും. എന്തായാലും അതിന്റെ കൃത്യമായ വിവരം ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ അതിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാകും. ഗോകുലം ഗോപാലിന്റെ ഭാഗത്തുനിന്ന് അപ്ഡേഷൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ട്രെയിലർ ഇറങ്ങാനുണ്ട്. അതൊരു വലിയ ലോഞ്ചാക്കി മാറ്റാൻ തന്നെയാണ് ഇവരുടെ തീരുമാനമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ട്രെയിലർ ഇറങ്ങാത്തതിനെ കുറിച്ച് വലിയ വിമർശനം ഉന്നയിക്കുന്ന കാലഘട്ടത്തിൽ ട്രെയിലർ ഇറങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ട്രെയിലറാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഗോപാലൻ ചേട്ടൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് ഒരു വലിയ ലോഞ്ചിങ് കൊച്ചിയിൽ നടത്താനുള്ള ആലോചന നടക്കുന്നു എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറം രാജ്യങ്ങളിലും ഇതിന്റെ കാര്യങ്ങൾ നടക്കും. നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഗൾഫ് രാജ്യങ്ങൾ GCCയിൽ നോയമ്പ് സമയമാണ്, അതുകൊണ്ട് അവിടെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നോയമ്പിന് ശേഷം മോഹൻലാലും പൃഥ്വിരാജും എല്ലാം എത്തി വലിയ ആഘോഷമാക്കാനും ഇവരൊരുങ്ങുന്നു. അതിന്റെ GCC രാജ്യങ്ങളിലുള്ള സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരവും ഇന്നലെ ഞാൻ പുറത്തുവിട്ടിരുന്നു. അത് ഫാസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായി തന്നെ വാർത്തകൾ കിട്ടുകയും ചെയ്തു. ഞാൻ നേരത്തെ തിയേറ്റർ ഉടമകളിൽ നിന്നാണ് ഇന്നലെ എനിക്ക് വാർത്ത കിട്ടിയ. ഒരു കാരണവശാലും എമ്പുരാന്റെ റിലീസ് മാറ്റില്ല, എമ്പുരാന്റെ റിലീസുമായി ബന്ധ എഗ്രിമെന്റ് ഉള്ള എല്ലാ കാര്യവും അവർ വ്യക്തമാക്കിയിരുന്നു. ഫാൻസുകാർ അതോടൊപ്പം തന്നെ രാവിലത്തെ ഷോയ്ക്ക് എല്ലാ തിയേറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വാർത്തയും ഇന്നലെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഏറ്റെടുത്തു. കൃത്യമായ വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. തൊട്ടു പിന്നാലെ 12 മണിയോടുകൂടി പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ വാർത്ത തന്നെയാണ്. എമ്പുരാൻ സിനിമ ലൈക്ക ഇനി ഉണ്ടാവില്ല. ലൈക്കയെ മാറ്റിക്കൊണ്ട് തന്നെ ആണ് മുന്നോട്ട് പോകുന്നത്. അതിന് ആന്റണി പെരുമ്പാവൂരിനോടൊപ്പം ആശീർവാദ് സിനിമാസിനോടൊപ്പം കൈകോർത്ത് ഗോകുലം ഗ്രൂപ്പും ഗോപാലൻ ചേട്ടന്റെ ഗ്രൂപ്പും രംഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഇവരുടെ അപ്ഡേഷൻ വന്നാൽ മാത്രമാണ് ഇത് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. അപ്ഡേഷൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.